വിവാഹിതരായ സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ നമ്മള് ഭൂമിയാണെങ്കിൽ വിളക്കൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ ഭൂമിയെടുത്ത് പറയുന്നുണ്ട്, വിളക്ക് അവിടെ വെക്കാൻ പറയുന്നുണ്ട്. അപ്പം നമ്മള് അഞ്ജന പറയുന്നുണ്ട്, ഞാനും അജയും ചേർന്ന് ആരതി ഒഴിഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടോ മുത്തശ്ശിയുടെ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഒഴിഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മള് അഞ്ജനയും അജയും കൂടെ ഇങ്ങനെ ആരതിയൊക്കെ ഒഴിയുന്ന സമയത്ത് നമ്മൾ അഞ്ജനയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിളക്ക് തറയിൽ വീഴാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭൂമി കയറിയാണെങ്കിൽ വിളക്ക് പിടിക്കുന്നുണ്ട് ട്ടോ തറയിൽ വീഴാതിരിക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ നമ്മളെ ഭൂമിയും അജയും കൂടാണ് നമ്മള് ആരതിയൊക്കെ ഒഴിയുന്നത്. ആ സമയത്താണെങ്കിലും ഭവാനിയാണെങ്കിലും ഒരുപാട് വഴക്കൊക്കെ നമ്മളെ ഭൂമിയെ പറയുന്നുണ്ട് കേട്ടോ. "നീ വീട്ടില് പൂജയ്ക്ക് കയറിയത് തന്നെ ഒരു ആക്ഷേപമാണെന്നൊക്കെ പറയുന്നുണ്ട്." അത് കേൾക്കുമ്പോൾ നമ്മളെ ഭൂമിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ വരുന്നത്. അങ്ങനെ ഭൂമിയുടെ കണ്ണൊക്കെ നിറയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. പിന്നാണെങ്കില് നമ്മളെ ഭൂമി അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ അഞ്ജനയാണെങ്കിൽ പോയി പറയുന്നുണ്ട്, "നീ എൻ്റെ അടുത്ത് കാണിച്ചതൊക്കെ വെറും ഒരു തറ പരിപാടിയാ, അച്ഛനില്ലാത്ത പരിപാടിയാ കാണിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ." അപ്പം അഥവാ അച്ഛനുണ്ടെങ്കിൽ തന്നെ അയാള് ഭയങ്കര ഫ്രോഡായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ഭൂമിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ടാണെങ്കിൽ നമ്മളെ അഞ്ജനയുടെ ചെവി കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് നമ്മളെ അജയ് അങ്ങോട്ട് വരുന്നുണ്ട്. അജയാണെങ്കിൽ ഒന്ന് ഷോക്കാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അജയാണെങ്കിൽ ഒന്നും ചോദിക്കുന്നതൊന്നും ഇല്ല കേട്ടോ. കാര്യം നമ്മളെ അഞ്ജന പറഞ്ഞത് തെറ്റാണല്ലോ. ഇപ്പം ഭൂമിയെടുത്ത് പറഞ്ഞത് തെറ്റാണല്ലോ. അപ്പൊ അതുകൊണ്ട് അജയ് ഒന്നും ചോദിക്കുന്നതൊന്നുമില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഭവാനിയാണെങ്കിൽ ഇങ്ങനെ മുകളിൽ ഫോൺ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. നിൽക്കുന്ന സമയത്ത് നമ്മളെ അച്യുതനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പം നമ്മളെ അച്യുതനും ആണെങ്കിൽ ഭവാനിയെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ അച്യുതനാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പം നമ്മള് ഭവാനിയാണെങ്കിൽ പിറകെ പോകാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയും നമ്മളെ അച്യുതൻ അവിടുന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ അഞ്ജനയാണെങ്കിൽ ഇരുന്ന് റൂമിലിരുന്ന് കള്ളൊക്കെ കുടിക്കുന്നുണ്ട്. കുടിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഭവാനി ചോദിക്കുന്നുണ്ട്, "നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കുടിക്കുന്നതെന്ന്?" പറയുന്ന സമയത്ത് അഞ്ജന പറയുന്നുണ്ട്, "അവനിക്ക് എന്നെയല്ല ഇഷ്ടം, അവനിക്ക് ഭൂമിയെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്." അപ്പം നമ്മളെ ഭവാനി ചോദിക്കുന്നുണ്ട്, "ആര് ഭൂമിയോ?" എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ നമ്മളെ കയ്യിലിരുന്ന ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ അഞ്ജന എടുത്ത് എറിഞ്ഞ് തറയിലൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ സൗണ്ട് കേട്ട് നമ്മളെ മുത്തശ്ശിയും സംഗീതയും ഭർത്താവും ഒക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, "എനിക്ക് എന്തായാലും ഈ കല്യാണത്തിനെ കുറിച്ച് ഒന്നും കൂടെയൊക്കെ ആലോചിക്കണം" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവര് നോക്കുന്ന സമയത്ത് അവിടെ ഈ കള്ളൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുന്ന കുപ്പി നമ്മളെ മുത്തശ്ശിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, "ഒന്നും കൂടെ ആലോചിക്കണം" എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കില് നമ്മളെ ഭവാനിയാണെങ്കിൽ ഒന്നിങ്ങനെ ഷോക്കാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് സ്വത്തെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയൊക്കെ ഇരുന്നതല്ലായിരുന്നോ. പിന്നാണെങ്കില് നമ്മളെ അച്യുതനാണെങ്കിൽ അംബികേടടുത്ത് പറയുന്നുണ്ട്, "എന്തായാലും ഭൂമിയുടെ അച്ഛനും അമ്മയും ഒരു ദിവസം അവളെ അന്വേഷിച്ച് വരും. വരുന്ന സമയത്ത് നമ്മളെന്തായാലും ഭൂമിയെ കൊടുത്തേ പറ്റത്തുള്ളൂ" എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമി അങ്ങോട്ട് വരുന്നുണ്ട് ട്ടോ. അങ്ങനെ ഭൂമി ഇങ്ങനെ പറയുന്നുണ്ട്, "സത്യൻ സാറിന്റെ ഭാര്യയും കൊച്ചിനെയും കാണാതായെന്നൊക്കെ" പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ അച്യുതനാണെങ്കിലും ഭൂമിയുടെ കഴുത്തീന്ന് ആ മാലയൊക്കെ ഊരിയൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അഞ്ജന കയ്യിലിങ്ങനെ കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളെ അജയ് അങ്ങോട്ട് വന്ന് ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോ അത് അവൾക്ക് മോനെ കല്യാണം കഴിക്കണം, ആ ഒരു ഇതുകൊണ്ടാണ് അവള് ഇങ്ങനെ കയ്യില് കർപ്പൂരം കത്തിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടേ. പിന്നെ നമ്മളെ ഭവാനിയാണെങ്കിൽ കൊണ്ടെടുത്ത് പറയുന്നുണ്ട്, അച്യുതന്റെ കൂടെ ഉള്ളത് അഭിരാമിയാണെങ്കില് അവളെയും അച്യുതനെയും എത്രയും പെട്ടെന്ന് കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അച്യുതനിക്ക് സുഖമില്ലാതെയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മളെ ഭൂമിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളീ ഗുണ്ടയും അവിടെ ഹോസ്പിറ്റലിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഭൂമിയാണെങ്കിൽ ഡോക്ടറടുത്ത് പറയുന്നുണ്ട്, "എനിക്ക് അച്ഛനില്ലാത്ത ലോകം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എത്ര ചെലവായാലും എനിക്ക് അച്ഛനെ രക്ഷപ്പെടുത്തിയേ എനിക്ക് പറ്റത്തുള്ളൂ" എന്നൊക്കെ നമ്മളെ ഭൂമി ഇങ്ങനെ ഡോക്ടറടുത്ത് സങ്കടമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.